ഹായ് നമസ്കാരം കൂട്ടുകാരെ. താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന കറി എന്താണെന്ന് അറിയാം. ചക്കക്കുരും മാങ്ങയും വെള്ളരിക്കും കൂടിയിട്ടുള്ള ഓലനാണ്. ചക്കക്കുരും വെള്ളരിക്കും കൂട്ടിയിട്ട് ഓലം വെക്കാറുണ്ട് എല്ലാവരും. ഇത് പഴുത്ത മാങ്ങയും കൂടി അതിനൊക്കെ ചേർക്കുന്നുണ്ട്. ഇവിടെ ഏട്ടന് ചക്കക്കുരും വെള്ളരിക്കും ഓലൻ്റെ വെച്ച് പഴുത്ത മാങ്ങ ഇങ്ങനെ ഞെരടിയിട്ട് പിന്നെ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് കറി ഉണ്ടാക്കുമ്പോൾ തന്നെ പഴുത്ത മാങ്ങ ഇട്ടാൽ എങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞൊരു പരീക്ഷണം നടത്തിയതാണ്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇപ്പോൾ മാങ്ങയും ചക്കരയെല്ലാം സീസൺ തന്നെയല്ലേ, അപ്പോൾ എല്ലാം കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കോളൂ കേട്ടോ. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കണ്ടേ നിങ്ങൾക്കെല്ലാം. പോയാലോ വീഡിയോയിലേക്ക്. പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ടത് കമൻറ്റിൽ കൂടി പറയണം കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്നോട് ആൾക്കാർ പറയലുണ്ട് ഓരോ കറികൾ നിങ്ങൾ ഉണ്ടാക്കും ഞങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ട്, എന്നോട് നേരിട്ട് പറയലുണ്ട്. പക്ഷേ കമൻറ്റിലൂടെ ആരും പറയുന്നില്ല. അപ്പോൾ അതങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നമുക്ക്. എന്നിരുന്നാലും നിങ്ങൾ കമൻറ്റിലൂടെയും കൂടി അത് അറിയിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി സന്തോഷവും ഉപകാരവും എല്ലാം ആയിത്തീരും. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാനുള്ള സാധനമാണെന്നത് വെള്ളരിക്ക, ചക്കക്കുരു, വെളുത്ത മാങ്ങ. ഇനി ഇതിനെല്ലാം ഒന്ന് കഴുകി മുറിച്ചിട്ട് വരാം. എല്ലാം മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. വെള്ളരിക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്, ചക്കക്കുരു മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ചുണങ്ങ് കളയുന്നില്ല കേട്ടോ. പഴുത്ത മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ചുണങ്ങോട് കൂടി കറി വെച്ചാലും നല്ലത്. പിന്നെ അതിൽ മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കുക്കറിലേക്കൊന്ന് ഇതെല്ലാം ഒന്നിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ആദ്യം നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചക്കക്കുരിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെള്ളരിക്കയും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളരിക്ക നേർത്തി ഇങ്ങനെ ചെത്തിയിട്ടെടുത്തതാണ് ഞാനിത്. കണ്ടില്ലേ, ഇത് പോണൊക്കെ ചെത്തിയിട്ടാണ് വെള്ളരിക്ക എടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മാങ്ങയും ചേർത്ത് കൊടുക്കാം. ചക്കക്കുരുൻ്റെ ഒന്നിച്ച് പുളിയായി കഴിഞ്ഞാൽ വേവിയില്ല എന്നെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ അത് വെന്ത് കിട്ടുന്നു. ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് പുളിയെല്ലാം ഇല്ലുകൊണ്ട് കുറച്ചും കൂടുതൽ തന്നെ ഉപ്പ് വേണം. പിന്നെ ഇത് വേവാൻ തക്കത്ത വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്കിതിനെ ഒരു 3 വിസിൽ വരും വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇത് 3 വിസിൽ വരട്ടെ. അപ്പോഴൊക്കെ നമുക്ക് അതിൽ ചേർക്കാനുള്ള കൂട്ടുണ്ടാക്കണം. തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം ഇത്ര പേരെ വെച്ചിട്ട് നമുക്കൊന്നിനെ അരച്ചെടുക്കാം. കണ്ടില്ലേ, അരച്ചെടുത്തിട്ട് നല്ല മുതിഞ്ഞെടുത്തിട്ടില്ല, ഇങ്ങനെ ഒരു എന്താ പറയുക തൊയിച്ചെടുക്കുന്നതെന്ന് പറയില്ലേ, അത്ര പേരാക്കിയതാണ്. ചതച്ചെടുത്തത് ചതച്ചെടുത്ത് അങ്ങനെയും പറയാം. ഇത് നന്നായി വെന്തിട്ടുണ്ട്. കുക്കറിൽ ചക്കക്കുരും വെള്ളരിക്കും മാങ്ങയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്കിതിനെ. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഈ അരവിലത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കാൻ വെക്കണം നമുക്കിതിനെ. തിളച്ച് വരുന്നുണ്ട്. അത് അടിക്ക് പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നല്ല പാകത്തിൻ്റെ ഇതായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലത്തേക്കൊന്ന് താളിച്ചിട്ട് കൊടുക്കണം. കണ്ടില്ലേ, നല്ല കുറുങ്ങനെ ചാറോട് കൂടിയിട്ടില്ലേ, നല്ല പരുവത്തിലായിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ചെറിയ മധുരവും എല്ലാം കൂടിയിട്ടുള്ള ഒരിതാണ്. നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ അതിലത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 2 കറിവേപ്പിലയും കൂടി ഇടാം. ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. മുളക് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിനൊപ്പം നമുക്ക് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളിയും ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പിന്നെ അതിൽ ജീരകം അരച്ചതുകൊണ്ട് വെളുത്തുള്ളി ചേർത്തിട്ട് അതിൽ കണ്ടില്ലേ, നല്ല കുറുങ്ങ ചാറോട് കൂടിയിട്ട് നല്ലൊരു കറിയാണ്. കണ്ടില്ലേ, ഇത് നമ്മൾ വറുത്തിട്ട് കഴിയുമ്പോൾ അടച്ച് വെക്കണം. എന്നിട്ട് കുറച്ചും കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. നല്ല ചാറ് കണ്ടില്ലേ, ചാറോട് കൂടിയ എരിവും മധുരവും ചെറിയ പുളിയും എല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി ഒരു കറിയാണ്. കണ്ടില്ലേ, നല്ല കണ്ട മാങ്ങ രണ്ടിയോട് കൂടിയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും.
എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കറി എന്നുള്ളതും കൂടി ഒന്ന് പറയണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.